സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷത്തിലേറെയായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീർപ്പുണ്ടായിട്ടില്ല. വിജയ്, 11ാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി ഈ കേസ് മാറ്റിവെക്കുന്നത്. നമ്മൾ ഈ കേരളമൊക്കെ ഒറ്റക്കെട്ടാൻ നിന്നതാണല്ലേ മോചനത്തിന് വേണ്ടി. ക്രൗഡ് ഫണ്ടിങ്ങും ഒക്കെ നടത്തി അബ്ദുൾ റഹീമിനെ നോക്കി ഇപ്പോഴും കണ്ണീരൊഴുക്കുന്ന അമ്മയെ അത് നമ്മുടെ മനസ്സിൽ നിന്നും ആയില്ല ദൃശ്യങ്ങളെ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. മോചനവുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നത് കോടതി വീണ്ടും നീട്ടിവെച്ചു. ഇത് 11ാം തവണയാണ് കേസ് നീട്ടിവെക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8:30 സിറ്റിംഗ് ആരംഭിച്ചെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും അഭിഭാഷകരും ഓൺലൈൻ കോടതിയിൽ പങ്കെടുത്തു. കേസിന്റെ അടുത്ത സിറ്റിംഗ് മെയ് 5 നടക്കും. 2006 ഡിസംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഷഹരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറബി വീട്ടിൽ ഡ്രൈവർ ആയിരുന്ന അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. റഹീമിന്റെ മോചനത്തിനായി റിയാദിൽ നിയമസഹായ സമിതിക്ക് രൂപം നൽകുകയും ദയാധനം നൽകാനായി 34 കോടി രൂപ സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബത്തിന് ദയാധനം നൽകിയതിനെ തുടർന്ന് കുടുംബം മാപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് റഹീമിന്റെ മോചനത്തിനായുള്ള കോടതി നടപടികൾ ആരംഭിച്ചത്. കൈരളി ന്യൂസ്, ഗൾഫ്.